പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഈ പരീക്ഷ ഇന്നലെ നടത്തപ്പെടേണ്ടതായിരുന്നു. ഈ പ്രയോഗം എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്കാക്കുക? നമ്മൾ സ്ഥിരം പറയാറുണ്ട്, ഊട്ടിയിലേക്കുള്ള നമ്മളുടെ ട്രിപ്പ് ചീറ്റിപ്പോയി. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലാക്കുക? എൻട്രി ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സംഭാഷണങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? പലപ്പോഴും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് കൺഫ്യൂഷനാകുന്ന കുറച്ച് സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യത്തേത്, ഈ പരീക്ഷ ഇന്നലെ നടത്തേണ്ടതായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങളിപ്പോൾ ആലോചിക്കുമായിരിക്കും. അപ്പം നമുക്കറിയാം, വാക്കുകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ദിസ് എക്സാം, കണ്ടക്റ്റ്, യെസ്റ്റർഡേ, ഈ 3 വാക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോം എങ്ങനെയാണ്? സിമ്പിളാണ്. ദിസ് എക്സാം മസ്റ്റ് ഹാവ് ബീൻ കണ്ടക്റ്റഡ് യെസ്റ്റർഡേ, ഇങ്ങനെയാണ് പറയുന്നത്. ഇന്നലെ നടത്തപ്പെടേണ്ടതായിരുന്നു, പണ്ട് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മസ്റ്റ് ഹാവ് ബീൻ കണ്ടക്റ്റഡ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഡ് ഹാവ് ബീൻ കണ്ടക്റ്റഡ് യെസ്റ്റർഡേ എന്ന് ഉപയോഗിക്കാം. കാരണം ഇതൊരു പാസീവ് പ്രയോഗമാണ്. രണ്ടാമത്തത്, ഞാൻ ലഞ്ച് കഴിച്ചു. നമ്മൾ പറയാറുണ്ട്, ആരെങ്കിലും ചോദിക്കുക ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതാ ഞാൻ ലഞ്ച് കഴിച്ചു. എങ്ങനെ പറയാം? ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്നും പറയാം. ഇപ്പോഴങ്ങോട്ട് കഴിച്ചതേ ഉള്ളെങ്കിൽ ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം. 2 പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തത്, നിങ്ങളുടെ സഹോദരനെ ഒരാൾ കോൾ ചെയ്യുക, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ അവരോട് പറയണം അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയും ഹീസ് ബാത്തിങ് എന്ന് പറയും. അതൊരു കൃത്യമായ പ്രയോഗമല്ല. കറക്റ്റ് പ്രയോഗം 2 രീതിയിൽ നിങ്ങൾക്ക് പറയാം. സോറി, ഹീസ് ടേക്കിംഗ് എ ബാത്ത്, അല്ലെങ്കിൽ ഹീസ് ഹാവിങ് എ ബാത്ത്. പഠിച്ചു വെക്കുക. കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ടേക്കിംഗ് ബാത്ത് ഓർ ഹാവിങ് ബാത്ത്. ഒരിക്കൽ കൂടി, ഹീസ് ടേക്കിംഗ് ബാത്ത് ഓർ ഹീസ് ഹാവിങ് ബാത്ത്. എല്ലാവരുടെയും മനസ്സിലുള്ള സംശയമാണ്, പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ചോദിക്കുക, എത്രാമത്തെ എന്നൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇംഗ്ലീഷിലില്ല. വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ, ഹൂ, ഹുസ്, ഹൂം ഒക്കെ ഉണ്ടെങ്കിലും എത്രാമത്തെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇംഗ്ലീഷിലില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. 3 രീതിയിൽ സത്യം പറഞ്ഞാൽ പറയാം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഓർഡിനൽ സ്റ്റാറ്റസ്. വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ ആസ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള? 1. 2, വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പിണറായി വിജയൻ ആസ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള? ഇനി അതല്ലെങ്കിൽ, വേർ ഡസ് പിണറായി വിജയൻ കം ഇൻ ദ ലൈൻ ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ കേരള എന്ന് പറയാം. ഒരിക്കൽ കൂടി, വേർ ഡസ് പിണറായി വിജയൻ കം ഇൻ ദ ലൈൻസ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ കേരള എന്ന് പറയാം. ഓർത്തിരിക്കുക, ഓർഡിനൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ. ഇനി ഒരിക്കലും തെറ്റാൻ പാടില്ല. നിനക്ക് വയറ് ചാടുന്നുണ്ട്, നമ്മളെങ്ങനെ പറയും? കാണുമ്പോൾ പറയും നിൻ്റെ വയറ് ചാടിയിരിക്കുന്നു, ഇപ്പോൾ വയറ് കൂടുന്നുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? യു ആർ ഗെറ്റിംഗ് സ്റ്റൊമക്ക്, ഹീസ് ഗെറ്റിംഗ് സ്റ്റൊമക്ക് എന്ന് പറയും. ഓക്കെ ആണോ? ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പ് ചീറ്റിപ്പോയി, ആ പ്രപ്പോസൽ അങ്ങ് ചീറ്റിപ്പോയി, പൊട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ അതിനുപയോഗിക്കുന്ന ഫ്രേസ് ഫെൽ ത്രൂ ആ. എന്താണ് ഫെൽ ത്രൂ അല്ലെങ്കിൽ ഫാൾ ത്രൂ? ദ ട്രിപ്പ് ടു ഊട്ടി ഫെൽ ത്രൂ, ദ പ്രപ്പോസൽ ഫെൽ ത്രൂ എന്ന് പറഞ്ഞാൽ മതി. ഓർത്തിരിക്കുക, പുതിയൊരു പ്രയോഗം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഫെൽ ത്രൂ എന്നുള്ള പ്രയോഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ദ ട്രിപ്പ് ടു ഊട്ടി ഫെൽ ത്രൂ എന്ന് പറയും. എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നു നമ്മൾ പറയാറുണ്ട്. എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സംതിങ് ഹാസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. പഠിച്ചു വെക്കുക. സംതിങ് ഹാസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിൻ്റെ തെരുവുകളിൽ എന്തോ ചീഞ്ഞു നാറുന്നു. ഇതൊരു പ്രയോഗമാണ്. ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിലുള്ളൊരു പ്രയോഗമാണ്. നായകനായ ഹാംലെറ്റ് അച്ഛൻ മരിച്ചതറിയാതെ ഡെൻമാർക്കിൽ തിരിച്ചെത്തുന്ന സമയത്ത് രാജ്യത്തെ കൊടികളെല്ലാം താഴ്ത്തി കെട്ടിയിരിക്കുന്നു, കറുത്ത കൊടി ഉയർത്തി കെട്ടിയിരിക്കുന്നു, എല്ലാവരും നിശബ്ദരായി നടന്നു പോകുന്നു. നായകൻ അച്ഛൻ മരിച്ചതറിഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾ പറയുന്നതാ സംതിങ് ഹാസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. അത് അവിടുത്തെ പ്രയോഗമാണെങ്കിൽ ഇന്ന് അതൊരു ഇഡിയം ആയിട്ട് വന്നിരിക്കുക. നമുക്ക് ഉപയോഗിക്കാം. എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു തുടക്കം മാത്രം, ഇതൊരു അവസാനമല്ല, ഒരു തുടക്കം മാത്രം. നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് ഇറ്റ് ഈസ് എ ബിഗിനിങ് എന്ന് പറയും. ഒരു തുടക്കം മാത്രം. പക്ഷെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് എ ബിഗിനിങ്, ദാറ്റ് ഈസ് ഇനഫ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് എ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ മതി.
ഇത് ഒരവസാനമല്ല, ഇതെന്താണ്? ഇതൊരു തുടക്കം മാത്രം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാനങ്ങ് പേടിച്ചു പോയി, ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഇതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ഐ സ്കെയർഡ് എ പെന്നി ബിറ്റ്. ഓർക്കുക, ഐ സ്കെയർഡ് എ പെന്നി ബിറ്റ് എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വളരെ രസകരമായിട്ടുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സംഭാഷണ ശകലങ്ങളാണെങ്കിൽ, ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള കുറച്ച് വാക്കുകളുടെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് പുൽക്കൂട്. പുൽക്കൂടിൻ്റെ ഇംഗ്ലീഷ് എന്തുവാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും ഗ്രാസ് ഹട്ട് എന്നൊക്കെ പറയും. എന്നാൽ കറക്റ്റ് വാക്ക് പലർക്കും അറിയത്തില്ല, ക്രിബ്. പുൽത്തൊട്ടി, CRIB, ക്രിബ്. പാപ്പാൻ, ആനപ്പാപ്പാൻ ഇംഗ്ലീഷ് പറയാമോ? മെഹൗട്ട് എന്നാണ് പറയുന്നത്, MAHOUT, മെഹൗട്ട്. നമ്മൾ പറയാറുണ്ട് വിഷമദ്യ ദുരന്തം, ഇംഗ്ലീഷ് ഹൂച്ച് ട്രാജഡി, HOOCH, ഹൂച്ച് ട്രാജഡി, മദ്യ ദുരന്തം, വിഷമദ്യം ഇംഗ്ലീഷ് പറയാമോ? സ്പ്യൂരിയസ് ലിക്കർ. എന്താണ് സ്പ്യൂരിയസ്? SPURIOUS, സ്പ്യൂരിയസ് ലിക്കർ. കള്ളനോട്ടിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? ഫേക്ക് കറൻസി. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിപ്പിച്ച വാക്യങ്ങളും അതേപോലുള്ള പുതിയ പുതിയ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഇംഗ്ലീഷ് പ്രയോഗത്തിൽ നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും എൻട്രി TV നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.